എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു കാര്യം സങ്കൽപ്പിച്ചു തുടങ്ങിയാലോ? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്നത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച ഭയങ്കര സങ്കീർണമായൊരു സേഫ് ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ സേഫ് തുറക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രത്യേക താക്കോലുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളെക്കുറിച്ച്. ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു രൂപകം അത് നമുക്ക് ഈ ചർച്ചയിലുടനീളം മനസ്സിൽ വെക്കാം. സാധാരണ വഴികൾക്കൊന്നും തുറക്കാൻ പറ്റാത്ത ആറ്റം എന്ന സേഫ് തകർത്തു തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കാട്ടിത്തരുന്ന അതിശക്തമായ ഉപകരണങ്ങൾ. അതാണ് ശരിക്കും പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകൾ. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണ് ഒരു ആക്സിലറേറ്റർ ചെയ്യുന്നത്? അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം ചാർജുള്ള കണികകളെ, അതായത് ഇലക്ട്രോണുകളെയോ പ്രോട്ടോണുകളെയൊക്കെ അതിഭീമമായ വേഗതയിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പായിക്കുക എന്നതാണ്. ആ കൂട്ടിയിടിയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെയാണ് ശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങൾ ഒന്നൊന്നായി ചുരുളഴിക്കുന്നത്. ഇതാണ് ഏതൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൻ്റെയും കാതലായ ദൗത്യം എന്ന് പറയാം. ഏത് കണികയാണ് വേണ്ടത്, അതിന് എത്രത്തോളം ഊർജം കൊടുക്കണം, പിന്നെ കൃത്യമായി എവിടെയാണ് അത് ഇടിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളിലുമുള്ള ആ ഒരു പ്രിസിഷൻ, അതാണ് ഓരോ പരീക്ഷണത്തിൻ്റെയും വിജയത്തിനു പിന്നിൽ. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല കേട്ടോ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ന്യൂക്ലിയസ് എന്ന ആ സേഫ് നമ്മൾ കണ്ടെത്തി. പക്ഷെ അത് എങ്ങനെ തുറക്കുമെന്ന് ഒരു പിടിയുമുണ്ടായിരുന്നില്ല. ഒടുവിൽ 1932-ൽ കോക്രോഫ്റ്റും വാൾട്ടണും ചേർന്ന് ആദ്യമായി ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ വിജയകരമായി നടത്തിയതോടെയാണ് ഈ രംഗത്തൊരു വിപ്ലവം തന്നെ സംഭവിക്കുന്നത്. ശരി, ഇനി നമുക്ക് ഈ മെഷീൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയാലോ? വലിപ്പത്തിലും ഡിസൈനിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാ ആക്സിലറേറ്ററുകൾക്കും പൊതുവായ 5 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. നമുക്കവ ഓരോന്നായിട്ടും ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് പാർട്ടിക്കിൾ സോഴ്സ്, അതായത് കണങ്ങളുടെ ഉറവിടം. ഇവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. രണ്ടാമത് ഈ കണങ്ങളെ മുന്നോട്ട് തള്ളുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇതിന്റെ എഞ്ചിൻ. പിന്നെ ഈ കണങ്ങൾ ചിതറിപ്പോകാതെ ഒരുമിച്ച് നിർത്തണ്ടേ, അതിനാണ് മാഗ്നറ്റിക് ലെൻസുകൾ. ഒരു ടോർച്ചിലെ ലൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ലേ, ഏകദേശം അതുപോലെ. നാലാമതായി സ്റ്റിയറിംഗ് സംവിധാനങ്ങൾ. ഇവയാണ് കണങ്ങളുടെ ബീമിനെ വളച്ചും തിരിച്ചുമൊക്കെ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹൈ വാക്വം, അതായത് കണങ്ങൾക്ക് മറ്റൊന്നിലും തട്ടാതെ സഞ്ചരിക്കാൻ പൂർണ്ണമായും ശൂന്യമാക്കിയ ഒരു പാത. ഇനി അധികം ആരും ശ്രദ്ധിക്കാത്ത പക്ഷെ ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്: ഹൈ വാക്വം. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതിവേഗത്തിൽ പായുന്ന നമ്മുടെ കണങ്ങൾ വായുവിലെ തന്മാത്രകളുമായി കൂട്ടിയിടിച്ചാൽ എന്താകും അവസ്ഥ? അവയുടെ ഊർജം നഷ്ടപ്പെടും, വഴിതെറ്റിപ്പോകും, പരീക്ഷണം തന്നെ പാളിപ്പോകും. അപ്പോൾ ഇതൊഴിവാക്കാനാണ് ആക്സിലറേറ്ററിനുള്ളിലെ ട്യൂബ് പൂർണ്ണമായും ശൂന്യമാക്കുന്നത്. അതുകൊണ്ട് ഈ ശൂന്യത വളരെ നിർണായകമാണ്. ഇനി എല്ലാ ജോലിക്കും ഒരേ ടൂൾ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണ് ആക്സിലറേറ്ററുകളുടെ കാര്യവും. ഓരോ ശാസ്ത്രീയ ദൗത്യത്തിനും അതിനു പറ്റിയ പ്രത്യേകതരം ആക്സിലറേറ്ററുകളുണ്ട്. ഭൗതിക ശാസ്ത്രജ്ഞരുടെ ഈ ടൂൾ കിറ്റിലെ പ്രധാനപ്പെട്ട ചില ആക്സിലറേറ്റർ ഫാമിലികളെ നമുക്ക് പരിചയപ്പെടാം. അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ 2 തരം ഡിസൈനുകളാണുള്ളത്. ഒന്ന് ലീനിയർ ആക്സിലറേറ്ററുകൾ. ഇത് ഒരു ഡ്രാഗ് റേസ് പോലെയാണ്. കണങ്ങളെ ഒരു നേർരേഖയിലൂടെ നേരെ അങ്ങ് പായിക്കുകയാണ്. മറ്റേത് സർക്കുലർ ആക്സിലറേറ്ററുകൾ. ഇത് ഒരു റേസ് ട്രാക്ക് പോലെയാണ്. കണങ്ങളെ വട്ടത്തിൽ കറക്കി ഓരോ റൗണ്ടിലും കൂടുതൽ ഊർജം കൊടുത്ത് വേഗത കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 2 പ്രധാന ഡിസൈനുകളെയും ബേസ് ചെയ്തിട്ട് പലതരം ആക്സിലറേറ്ററുകളുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്ററുകൾ, സൈക്ലോട്രോണുകൾ, സിങ്ക്രോട്രോണുകൾ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിനാക്കുകൾ, അതുപോലെ എതിർദിശയിൽ വരുന്ന ബീമുകളെ നേർക്കുനേർ കൂട്ടിയിടിപ്പിക്കുന്ന കൊളൈഡിംഗ് ബീം ആക്സിലറേറ്ററുകൾ. അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സൈക്ലോട്രോൺ ഒരു സ്ഥിരമായ കാന്തിക ക്ഷേത്രം ഉപയോഗിച്ച് കണങ്ങളെ ഒരു സ്പൈറൽ പോലെ പുറത്തേക്ക് തള്ളിവിടുകയാണ്. എന്നാൽ ഒരു സിങ്ക്രോട്രോൺ ആകട്ടെ കണങ്ങളെ ഒരു നിശ്ചിത വലിപ്പത്തിലുള്ള വൃത്തത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടി വൈദ്യുത കാന്തിക ക്ഷേത്രങ്ങളെ ഒരുമിച്ച് നിയന്ത്രിക്കുന്നു. ലിനാക്കുകളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഒരു നേർരേഖയിൽ വെച്ചിരിക്കുന്ന ഒരുപാട് ഇലക്ട്രിക് ഫീൽഡുകളിലൂടെ കണങ്ങളെ കടത്തിവിട്ട് വേഗത കൂട്ടുന്നു. ഒരു ആക്സിലറേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എന്തിനാണിത് ഉപയോഗിക്കുന്നത്? കാരണം ഏത് ശാസ്ത്രീയ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനെത്രമാത്രം പവർ, അതായത് ഊർജം വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓരോ എനർജി ലെവലിനും ഓരോ ഉപയോഗമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറഞ്ഞ ഊർജമുള്ളവ, അതായത് ഏകദേശം 10 മുതൽ 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അഥവാ MEV വരെയുള്ള ആക്സിലറേറ്ററുകൾ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയസിന്റെ ഘടനയ്ക്ക് ഡീറ്റെയിലായി പഠിക്കാനാണ്. എന്നാൽ കുറച്ചുകൂടി ഊർജം കൂട്ടി ഒരു 100 മുതൽ 1000 MEV വരെ എത്തിയാലോ പയോണുകൾ പോലെയുള്ള പുതിയ കണങ്ങളെ സൃഷ്ടിക്കാനും അതുവഴി പ്രപഞ്ചത്തിലെ അടിസ്ഥാന ബലങ്ങളെക്കുറിച്ച് പഠിക്കാനും നമുക്ക് കഴിയും. ഇനി വേറൊരു കാര്യം,
നമ്മൾ ഏത് കണികയെയാണ് ആക്സലറേറ്റ് ചെയ്യുന്നതെന്നതും ഡിസൈനിനെ കാര്യമായി ബാധിക്കും. ഉദാഹരണത്തിന്, ഭാരം കുറഞ്ഞ ഇലക്ട്രോണുകൾക്ക് നേർത്ത ഭിത്തികളിലൂടെയൊക്കെ ഈസിയായി കടന്നുപോകാൻ പറ്റും. പക്ഷെ ഭാരമേറിയ അയോണുകൾക്ക് അതിന് കഴിയില്ല. അതുകൊണ്ട് ഭാരമേറിയ അയോണുകളെ ഉപയോഗിക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും തടസ്സമില്ലാത്ത ഒരൊറ്റ വാക്വം സിസ്റ്റം തന്നെ വേണ്ടിവരും. അപ്പോൾ നമ്മൾ ആറ്റം എന്ന വലിയ സേഫിനെക്കുറിച്ചും അത് തുറക്കാനുള്ള പലതരം താക്കോലുകളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. പക്ഷേ കഥയിവിടെ തീരുന്നില്ല കേട്ടോ. ശാസ്ത്രജ്ഞർ കൂടുതൽ ശക്തമായ പുതിയ താക്കോലുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ അറിവിന്റെ അതിരുകൾ ഇനിയും വലുതാക്കാൻ, യാഥാർത്ഥ്യത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഇന്നുള്ളതിനേക്കാൾ എത്രയോ വലുതും ശക്തവുമായ മെഷീനുകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഓരോ പുതിയ യന്ത്രവും പ്രപഞ്ചത്തിന്റെ അതുവരെ നമ്മൾ കാണാത്ത രഹസ്യങ്ങളിലേക്കുള്ള പുതിയ വാതിലുകളാണ് തുറന്നുതരുന്നത്. ഇത് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അനുദിനം വികസിക്കുന്ന ഈ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ശക്തമായ താക്കോലുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഏതൊക്കെ അടിസ്ഥാന രഹസ്യങ്ങളായിരിക്കും നമ്മൾ അടുത്തതായി തുറക്കാൻ പോകുന്നത്? ഉത്തരം കണ്ടെത്താനുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നന്ദി.